നിങ്ങൾ ചുഴന്നന്വേഷിക്കാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ എത്തി നോക്കാൻ അവിടെ ആരൊക്കെ വരുന്നത് അത് നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തൊക്കെയാവും ചെയ്യുന്നത് ഇങ്ങനെ ഫോളോ ചെയ്ത് നോക്കാൻ ആരും പഠിപ്പിച്ചിട്ടില്ല. മറ്റൊരാളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് കുത്തിച്ച് അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെയും ചോദിക്കുന്ന ചില ആളുകളില്ലേ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. വലാ തജസ്സസു, അത് ഒരു വിഷയത്തിലും പാടില്ല. ഒരാളിങ്ങനെ ബസ് കാത്തു നിൽക്കുകയാണ്, ഇങ്ങോട്ടാ പോകുന്നത്, ഞാനിങ്ങനെ മംഗലാപുരത്ത് പോവാണ്, അല്ലെങ്കിൽ മലപ്പുറത്ത് പോവാണ്, കോഴിക്കോട് പോകാണ്, ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ കോഴിക്കോട് പോകുന്നതാണോ, എന്തായാലും വിശേഷം അല്ല, അതൊന്ന് ഡോക്ടർ ഒന്ന് കാണിക്കേണ്ടണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ് എന്തായാലും പ്രശ്നം, പിന്നെ ചെറിയ പ്രശ്നം അല്ല, എന്നാലും എന്താണ് ഡോക്ടറെ കാണിക്കാനാ, നിന്നെ കാണിക്കാനല്ലോ അവിടെ പോകുന്നത്, ഡോക്ടറെ കാണിക്കാനാ പോകുന്നത്. ഡോക്ടറോട് പറഞ്ഞാൽ പോരെ, ഇവനോടെല്ലാം പറയണം. ചില ഉമ്മാരുണ്ട് ഇത്, ചില സഹോദരിമാർക്കുണ്ട് ഈ സ്വഭാവം, എല്ലാം ചോദിക്കണം. ഒന്നും നമുക്ക് അറിയാത്തതുണ്ടാകാൻ പാടില്ല. എന്നാലോ നിസ്കാരത്തിന്റെ ഫർള് ശർത്ത് നിർബന്ധമായി പഠിക്കേണ്ട അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും അറിയില്ല. പിന്നെന്താ അറിയേണ്ടത്? ഇയാളെവിടെയാ പോകുന്നത്, ഇയാളെപ്പോഴാ വരുന്നത്, എന്താണ് പ്രശ്നം, ഏത് ഡോക്ടറെ കാണിക്കുന്നത്, ഡോക്ടർ എന്താ പറഞ്ഞത്, എല്ലാം ഇയാൾക്കറിയാം. ഇവരുടെ രഹസ്യങ്ങളൊക്കെ ഇവരോട് പറയാനാ. അങ്ങനെ ചോദിക്കുന്ന ചില ആളുകളില്ലേ. വേറെ ചില ആളുകള് എന്ത് സംസാരം, ജോലിയൊക്കെ ഉണ്ടോ, ജോലിയുണ്ട്, എത്രയായിരുന്നു ശമ്പളം എന്നോട് പറയാനാ, കിട്ടുന്നത് വാങ്ങിക്കോട്ടെ. ചില ആളങ്ങനെ ചോദിക്കുന്ന ആളുകൾ. എന്തൊക്കെയാണ് ദുനിയാവിന്റെ അവസ്ഥ? നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ തന്നെ ഒരുപാടില്ലേ ഇവിടെ. ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കണം. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നീണ്ടുപോകും. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇടപെടാൻ പാടില്ല. പിന്നെയും ഇങ്ങനെ ചോദിക്കുക, വലാ തജസ്സസു, ചുഴന്നന്വേഷിക്കാൻ പാടില്ല. അതൊരു വിഷയത്തിലും പാടില്ല. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ നോക്കുക, അപ്പത്തേക്ക് പിന്നെ ഇങ്ങനെ ചോദിക്കാം. ഉമ്മമാരെ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ടൊരു കാര്യം പറയട്ടെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തുടങ്ങരുത്. എന്ത് കുട്ടികളുണ്ടായ എന്താ, അതിനൊരു സമയമില്ലേ? കുട്ടികളൊക്കെ ആയോ? ഇന്നലെ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ച് വന്നതാ, ഇപ്പോ പിറ്റേന്നാ ചോദിക്കുന്നത് എന്ത് കുട്ടികളൊക്കെ ആയോ? എന്താണ് ഇതൊക്കെ? നമ്മളെ സഹോദരിമാര് പലരും ഈ വിഷയങ്ങളിലൊക്കെ വളരെ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാണുന്ന സ്ഥലത്തൊക്കെ ചോദിക്കാം. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞ് പിന്നെ കുട്ടികളില്ലാതെ ആയാൽ സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടിക്ക്, ആ സഹോദരിക്ക് ഒരു കല്യാണ വീട്ടിലും പോയിക്കൂടാ, ഒരു സൽക്കാരത്തിനും പോയിക്കൂടാ. കാണുന്ന ആളുകളെ മുമ്പിലൊക്കെ ചോദിക്കന്നെ, വിശേഷമുണ്ടോ. ഇതെന്താണ്? ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ചൊല്ലിയാ കൂലി കിട്ടൂലേ? ഇതൊക്കെയാണ് നമ്മുടെ സഹോദരിമാര് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങൾ. അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്ത് വിശേഷം? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കലാ പണി. ഇന്നലെ ഒരു സൽക്കാരത്തിന് പോയി അവിടെ ചോദിച്ചു, വീണ്ടും ഇന്നൊരു കല്യാണ വീട്ടിൽ കണ്ടുമുട്ടിയപ്പോ പിന്നെയും ചോദിക്കന്നെ, വിശേഷമുണ്ടോ? സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പരമാവധി നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഭംഗി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. ആവശ്യമുള്ളത് എന്തൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, നമ്മുടെ സ്വന്തം വിഷയത്തിൽ എന്തൊക്കെ ആലോചിക്കാനുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കണം. കസറത്തു സുആൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്, അല്ലാഹു വിരോധിച്ചതാണ്. അധിക ചോദ്യം, കാണുന്നതൊക്കെ ചോദിക്കാം. സുബ്ഹാനല്ലാഹ്, ചോദിച്ച് അത് ആളുകൾ കേട്ട് മടുത്തു പോകുന്ന അവസ്ഥ. എങ്ങനെയുണ്ട്? ചില ആളുകൾ വീട്ടിൽ വന്നാൽ പടച്ചോനെ ഇതൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്താണ് വീട്ടുകാർ. കാരണം എന്താ? ചോദിക്കാൻ തുടങ്ങി. എന്തൊക്കെയാ ചോദിക്കുന്നത്? A to Z അറിയണം, എല്ലാ സംഗതിയും അറിയണം. എന്തിനാണ് അങ്ങനെ മറ്റൊരാളുടെ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നത്? പറയേണ്ട വിഷയങ്ങൾ നിന്നോട് പറയൂലേ? എല്ലാം ഇങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്ന ഒരു സ്വഭാവം വളരെ വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വലാ തജസ്സസു, ചുഴന്നന്വേഷിക്കാൻ പാടില്ല. കുത്തി ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെയും എന്നാലും ഇങ്ങനെ ചോദിക്കാം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്